بسم الله الرحمن الرحيم أو زد عليه ورتل القرآن ترتيلا صدق الله العلي العظيم. من قرأ خاتمة سورة الحشر حين يصبح ثم مات من يومه ختم له بطابع الشهداء، ومن قرأها حين يمسي ثم مات من ليلته ختم له بطابع الشهداء. صدق رسول الله صلى الله عليه وسلم. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا رحمة الله إني خائف وجيل، يا نعمة الله إني مفلس نالي، وليس لي عمل ألقى الأليم به سوى محبتك العظمى وإيماني. فكن أماني من شد الحياة ومن شد الممات ومن إحراق جسماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. اللهم صل وسلم وبارك عليه. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ നിഅമത്ത് കൊണ്ടിട്ട് 10ാമത്തെ വർഷം അല്ലാഹു തആല ബുർദ മജ്ലിസിന്റെ പേരിൽ നടത്തുകൊള്ള തൗഫീഖ് തന്ന ഈ 10 വർഷക്കാലം ഇതിക്ക് വേനായിട്ട് അധ്വാനിച്ച ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉള്ള അല്ലാഹു തആല ഞങ്ങളെ ഓരോരുത്തരെയും പേരും അഡ്രസ്സും ഞങ്ങളാണ്ടിയാറെ കൊണ്ടുള്ളവനാണ്. അർഹമുർ റഹീമീനായ റബ്ബ് അത് കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഈമാനും മഹബ്ബത്തും നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഞങ്ങളെയും ഞങ്ങളെ കൂടെയുള്ള സകല ആൽമാരെയും ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന്റെ കൂടെ ഞങ്ങളെ സന്താന പരമ്പരങ്ങ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി നിലനിന്നിട്ട് അല്ലാഹുടെ മുന്നൊരു രക്ഷപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാരെയും പെടുത്തട്ടെ. 10ാമത്തെ വാർഷികത്തിൽ ധാരാളം ആൾമാർ സഹകരിച്ചിറാർ. ആണിങ്ങം പെണ്ണിങ്ങ വ്യത്യാസമില്ലാണ്ട് ഞങ്ങളെ ബുർദ മജ്ലിസിലെ ഖുർആൻ ക്ലാസ്സിൽ ഏറ്റെടുത്ത എത്രമാ ഉമ്മമാർ പെങ്ങന്മാരുള്ള എല്ലാ തിങ്കളും മജ്ലിസ് നടക്കുമ്പോൾ അതുക്കുള്ള ആഹാര വ്യവസ്ഥകൾ, വാർഷിക നടക്കുമ്പോൾ അതുക്കുള്ള എന്തെല്ലാം സാമ്പത്തികമായിട്ടും ദൈഹികമായിട്ടുള്ള എന്തെല്ലാം അധ്വാനങ്ങളുണ്ട് അതെല്ലാം ഞങ്ങളെ പരിസരത്തിലുള്ള മോമിനീങ്ങളെ കൊണ്ടും മോമിനാത്തുകളെ കൊണ്ടും നടന്നു. ഈ ഒരു ഫംഗ്ഷനിಗೆ മാഷാ അല്ലാഹ് ഞങ്ങളെ മുസ്തഫ ബായ് അതേപോലെ മുഷ്താഖല തുടങ്ങിയിട്ടുള്ള ഞങ്ങളെ നല്ല സക്രിയ പ്രവർത്തകന്മാർ വലിയ സഹായം ഞങ്ങളെ കൊണ്ടെല്ലാം ആക്കിടാറ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറാക്കട്ടെ, നമുക്കെല്ലാവർക്കും അല്ലാഹു ബറക്കത്താക്കട്ടെ. ഞങ്ങളെ സദസ്സിലുള്ള വേദിക്കലുള്ള ഞങ്ങളെ ഇച്ഛ അതേപോലെ ഞങ്ങളെ ഉമറാക്ക തുടങ്ങിയിട്ടുള്ള ഞങ്ങളെ ഈ ബുർദ മജ്ലിസുമായി വല്ലാത്ത അവേദ്യമായ ബന്ധം വെച്ചിട്ടുള്ള ധാരാളം ആൾമാർ ഇതൊക്കെ വേനായി പ്രവർത്തിക്കടെ ജബ്ബാറും സർഫറാസും മുത്തലിബ് തുടങ്ങിയിട്ടുള്ള ഈ വർഷത്തെ ദശവാർഷികത്തെ സ്വാഗത സമിതിയിലുള്ള അബ്ദുസലാം മദനി ഉസ്താദ് അതേപോലെ റമദാനാക്ക സച്ചരിപ്പേട്ട് തുടങ്ങിയിട്ടുള്ള നല്ലൊരു ടീം മാഷാ അല്ലാഹ്. അല്ലാഹുടെ പേർച്ചിട്ട് അല്ലാഹുടെ റസൂലിനെ പേർച്ചിട്ട് നല്ലൊരു അധ്വാനം വന്നതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഈ ഒരു മജ്ലിസ് ഇത്രയും ചന്തമായി അല്ലാഹു നമുക്ക് ആക്കി തന്നത്. അല്ലാഹു തആല ഞങ്ങളെല്ലാ ആമാലുകൾ കബൂലാക്കട്ടെ. ഇത് കാരണമായി ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തിയിട്ട് ഈമാനോട് കൂടെ മരണം സംഭവിക്കട്ടെ. ഖബറുടെ അദാബിടെ തൊട്ട് രക്ഷപ്പെട്ട് ആഖിറത്തെ അദാബിടെ തൊട്ട് രക്ഷപ്പെട്ട് ഹിസാബില്ലാത്ത സ്വർഗത്ത് കിടക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ട് ഹൗദുൽ കൗസർ ആ മഹത്തായ പാനീയം കുടിക്കുക ഭാഗ്യം ലഭിച്ച് സ്വറാത്ത് പാലം ഇന്നലെ പോലെ വിട്ടുകടന്ന് നബി തങ്ങൾ ഉദ്ഘാടനാക്കട സ്വർഗത്ത് പ്രവേശിക്കുക ഭാഗ്യം ലഭിച്ച സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെയും നിങ്ങളെയും എല്ലാവരെയും പെടുത്തിട്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരുടെയും നൈതിക ബോധമുണ്ടാക്കുകയും ആത്മീയ ബോധമുണ്ടാക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കിക്കൊടുത്ത്. അതൊരു പ്രത്യേകമായ ഭാഷയിലാണ് ഇറക്കിക്കൊടുത്ത്. അറബി ഭാഷയാണ്. യഥാർത്ഥത്തിൽ പടച്ച റബ്ബുകു ഒരു ഭാഷ ചെന്നിട്ടു അല്ലാഹുവില്ല. അല്ലാഹു അങ്ങനെ ഒരു അക്ഷരങ്ങളെ കൊണ്ട് മുണ്ടാളല്ല. അങ്ങനെ മുണ്ടെങ്കിൽ ഒരക്ഷരത്തിക്ക് പടച്ച റബ്ബ് ആവശ്യമുള്ളവണ് ചൊല്ലേ വിഷയം അവിടെ ഉണ്ട്. തരംഗങ്ങളെ ആവശ്യം അവിടെ ഉണ്ട്. ശബ്ദങ്ങളെ ആവശ്യം അവിടെ ഉണ്ട്. ചില ടൂൾസുകളെ ആവശ്യം അവിടെ ഉണ്ട്. അല്ലാഹുടെ കലാം അത് നമുക്ക് ആർക്കും മനസ്സിലാക്കുക ആവാത്തതാ. ദുനിയാവിലുള്ള മനുഷ്യകു മനസ്സിലാവുകയായിട്ടാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമുടെ മുഖേനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുപാട്ടുമ്പോൾ അതൊരു അറബി ഭാഷയുടെ ശൈലിയിലാണ് അല്ലാഹു തആല എത്തുപാട്ടിയിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാവും. ഞങ്ങളെപ്പോലെ നാവും, ഞങ്ങളെപ്പോലെ ചുണ്ടും, ഞങ്ങളെപ്പോലെ പല്ലും, ഞങ്ങളെപ്പോലെ കൈ, ഞങ്ങളെപ്പോലെ കാല് അതൊന്നും പടച്ച റബ്ബ് ഇല്ല. ഉണ്ട് ചെന്ന് നടന്ന പല ആത്മാരുമുള്ളാർ അങ്ങെല്ലാരും ചെറുതപ്പി പോയാർ. അല്ലാഹു തആല അത്തരത്തിലുള്ള മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു തആല എല്ലാ നിലക്കും ഒരുവനാണ്. അത് എല്ലാ നിലക്കും ഒരുവനാണ്. അല്ലാഹുടെ കൂടെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വലിയ റഹ്മത്തായിട്ട് ഇറക്കിയ പരിശുദ്ധമായ ഖുർആൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അല്ലാഹുടെ ഏറ്റവും വലിയ സിഫത്താണല്ലേ റഹ്മാൻ. അല്ലാഹു തആല കാരുണ്യം ചെയ്ത മഹാനാണ്. ഈ ലോകത്ത് ഏത് നല്ലതാക്കണോണകും ബെടക്കാക്കണോണകും എല്ലാ ടൈമിലും ഓക്സിജൻ കൊടുക്കുന്നത് പടച്ച റബ്ബാണ്. എല്ലാ ടൈമിലും അവനുകുബേനായ തന്നെ കൊടുക്കുന്നത് പടച്ച റബ്ബാണ്. അവനുകുബേനായ ആരോഗ്യം കൊടുക്കുന്നത് പടച്ച റബ്ബാണ്. എല്ലാവർക്കും ഒരുപോലെ കാരുണ്യം ചെയ്ത റബ്ബ്. ആ റബ്ബുടെ ഏറ്റവും വലിയ കാരുണ്യമായ ഖുർആൻ എടുത്തു ചെന്നത് അല്ലമൽ ഖുർആൻ. ഈ ലോകത്തിലുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഖുർആൻ പഠിപ്പാട്ടിയ ചൊല്ലതാണ്. ആ ഖുർആൻ ഒരാൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ഓതുമ്പോ ഏത് മനുഷ്യരുടെയും മനസ്സിനെ തിരിച്ചു കളയുടെ, ഏത് പോക്കിരുടെയും ഏത് തമ്മാടിയുടെയും ഏത് അക്രമിയുടെയും നല്ലാക്കുള്ള വല്ലാത്ത പവർ ആ പരിശുദ്ധമായ ഖുർആന് കൊണ്ട്. ആ ഖുർആന്റെ ബഗ്ഗയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നെ അഫ്ളലു ഇബാദത്തി ഉമ്മത്തി ഖിറാഅത്തുൽ ഖുർആൻ. നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും നല്ല ഇബാദത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണത്. നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഇബാദത്ത് അത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ എവിടെയെല്ലാം വന്നറ അതെല്ലാം ഏറ്റവും വലിയ ടോപ്പ് കാറ്റഗറിയിലാണ് കണ്ടുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിട്ടാവുമ്പോ ഈ ലോകത്തിൽ ഏറ്റവും വലിയ സയ്യിദുൽ അംബിയ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി. അതേപോലെ ആ പരിശുദ്ധമായ ഖുർആൻ ഓതുക നിർബന്ധമായ ജാഗമാണ് ഞങ്ങളുടെ നിസ്കാരം. അതുകൊണ്ട് അഫ്ളലുൽ ഇബാദ, ഇബാദത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഇബാദത്തായിട്ട് നിസ്കാരം ആയിട്ട്. അങ്ങനെ ഖുർആൻ കൊണ്ട് നിറയുടെ ഏതെല്ലാം ജാഗമുണ്ടാ ആ ജാഗത്തിലെല്ലാം വലിയ മഹത്വമാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പഠിപ്പാട്ടിത്തന്റെ തന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ അഫ്ളലായ ഇബാദത്ത് അത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ്. من شغله القرآن عن دعائي ومسألتي أعطيته أفضل ثواب الشاكرين. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾക്ക് ദുആർക്ക് ടൈം കിട്ടാണ്ടായി പോയിട്ട്, അല്ലാഹുവിന്റെ ആവശ്യങ്ങൾ ചൊല്ലുള്ള ടൈം കിട്ടാണ്ടായി പോയിട്ട് പുറുസത്തില്ല. എന്തേ പുറുസത്തില്ല? അയാൾ ഖുർആൻ ഓതുന്നതിൽ ബിസിയായി പോയിട്ട് എങ്കിൽ അല്ലാഹു തആല അവനുക്ക് കൊടുക്കടെ സവാബ് അവന് എന്തെല്ലാം കേൾക്കുക മനസ്സിൽ വേർച്ചിറാണ് അതിനെ ഡബിളായിട്ട് പടച്ചറപ്പ് കൊടുക്കുക ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിത്തണ്ട്. ഒരാൾ ഖുർആനിലായി ബിസി ആയിട്ട് ദുആർക്കുക മറന്നുപോയിട്ടുണ്ട് കണ്ടെങ്കിൽ ബേജാറാക്കാനുണ്ടെന്നില്ല. ആ ദുആർക്കുക വേർച്ച സംഗതിയുടെ ഡബലാണ് അല്ലാഹു തആല തറകുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേ ടൈമിൽ ഖിയാമത്ത് നാളിൽ
എല്ലാവരും രക്ഷപ്പെടാനായ നാളല്ലേ. ആ നാളിൽ ഖുർആൻ വല്ലാത്ത ബന്ധം വെച്ച ആൽമാർ അല്ലാഹുവിന്റെ മുന്നിൽ എങ്ങനെയാണ് എത്തിപ്പെടേ? സലാസത്തുൻ യൗമൽ ഖിയാമ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ. സുബ്ഹാനല്ലാഹ്, 3 ആൽമാർ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബുടെ മുന്നിൽ എത്തിപ്പെട്ട സ്റ്റൈലാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിട്ടുണ്ട്. ആ 3 ആൽമാർ കസ്തൂരിയുടെ വലിയൊരു ഗുഡ്ഡയുടെ മേലാണ് അങ്ങനെ ഇട്ടിക്കടെ. ലാ യഹൂലുഹും ഫസഉൻ വലാ യനാലുഹും ഹിസാബ്. അങ്ങോട്ട് ഒരു വെപ്രാളവും ടെൻഷനും ഇല്ല, അങ്ങൊരു ഹിസാബും എത്തിപ്പെടലില്ല. ഹത്താ യഫുറുഗ മിമ്മാ ബൈനന്നാസ്. ആൽമാരെല്ലാരും അങ്ങളെ ഹിസാബ് തീന്ന് പോണ്ട തോലും ആ പരിശുദ്ധമായ മിസ്കിടെ ഗുഡ്ഡയുടെ മേലിലാണ്. നല്ല മനക്കിടെ, നല്ല സുവാസനയുള്ള, നല്ല തനലുള്ള ഗുഡ്ഡയുടെ മേലിൽ ആ 3 മനുഷ്യന്മാർ നിൽക്കുവാർ. ആരാണത്? റജുലുൻ ഖറഅൽ ഖുർആന ഇബ്തിഗാഅ വജ്ഹില്ലാഹി അസ്സ വജൽ. പടച്ചറപ്പുടെ പേടിച്ചിട്ട്, അല്ലാഹുടെ മാത്രം പേടിച്ചിട്ട് ഖുർആൻ ഓതിയ മനുഷ്യ. വഅമ്മ ബിഹി ഖൗമൻ വഹും ബിഹി റാളൂൻ. ആ ഖുർആൻ ഓതിയത് മാത്രമല്ല, ബാക്കിയുള്ള ആ ഖുർആൻ ഓതിയിട്ട് അയാൾ ഇമാമ് നിണ്ടെത്ത് ആ ബാക്കിൽ നിൽക്കുന്ന സകല മാമൂമിമാർക്കും അയാളോട് വലിയ താല്പര്യമാണ്, ഇഷ്ടമാണ് എങ്കിൽ ഈ മനുഷ്യൻ നാളെ ആഖിറത്തിൽ ഒരു ഹിസാബിടെയും പേടിക്കുനായി ബറല. ഒരു പേടിയും ആ മനുഷ്യർക്ക് ഉണ്ടാവല. ആഖിറത്തിൽ രക്ഷപ്പെടുകയുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് പരിശുദ്ധമായ ഖുർആൻ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, ഈ ലോകത്തും ഏറ്റവും വലിയ സമാധാനം തന്റെ സാധനമാണ് പരിശുദ്ധമായ ഖുർആൻ. വല്ലാഹി മാ ദൂനൽ ഖുർആനി മിൻ ഗിനൻ വലാ ബഅദഹു മിൻ ഫാഖാ. ഖുർആന്റെ അത്ര ഐശ്വര്യം തന്റെ ഒരു സാധനം അല്ലാഹു ഇവിടെ ഇറക്കിയിട്ടില്ല. ഖുർആന്റെ അത്ര സമാധാനമുള്ളൊരു സാധനം അല്ലാഹു ഇറക്കിയിട്ടില്ല. ഖുർആൻ വിട്ടിട്ടുള്ള മനുഷ്യരുടെ കഥമാ. ആ മനുഷ്യ വനക്ക് മനുഷ്യനാണ്. കാണുക എത്ര നല്ല ഷർട്ടിട്ടെങ്കിലും, എത്ര നല്ല കുളി കുളിച്ചെങ്കിലും, എത്ര നല്ല അവാക്കിയിട്ട് തെച്ചിട്ടിന്നെങ്കിലും ഖുർആൻ ഓതാത്ത നാവുങ്ങ, ഖുർആൻ ഓതാത്ത അവങ്ങ, അത് പരട് ഭൂമിയാണ്, അത് ദാരിദ്ര്യമുള്ളതാണ്, സമാധാനമില്ലാത്ത ജാഗമാണ്. ഖുർആന്റെ അത്ര ഐശ്വര്യം നിറഞ്ഞൊരു സാധനം അല്ലാഹു തആല ഈ ലോകത്തിറക്കിട്ടില്ല. മുഅ്മിനീങ്ങളെ, വല്ലാത്ത സമാധാനം തന്റെ സാധനമാണത്, വല്ലാത്ത ഐശ്വര്യം തന്റെ സാധനമാണത്. ഖുർആൻ ഓതരൗത്തുലു ദാരിദ്ര്യം എത്തിപ്പെടല, റിസ്കുകളുടെ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ ഉണ്ടാവല. ആ ഖുർആനിൽ ചില ആയത്ത് കൊണ്ട്, സൂറത്ത് കൊണ്ട് അതിക്ക് ചില വല്ലാത്ത മഹത്വങ്ങളാണ് മഹാന്മാർ പഠിപ്പാട്ടി തന്നെ. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരാൾ മൻ ഖറഅ ഖാതിമത സൂറത്തുൽ ഹശർ, സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം ഒരാൾ ഓതാനായിട്ട് കണ്ടെങ്കിൽ ഏതാണത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون. ലൗ അൻസൽന തുടങ്ങിയിട്ടുള്ള ആ ആയത്തിനെ പിടിച്ചിട്ട് അതിൽ അവസാനം വരെ ഒരാള് സുബ്ഹിയാവുമ്പോ ഓതിത്തീണ്ട് കണ്ടെങ്കിൽ മാതമിൻ യൗമിഹി ഖുതിമ ലഹു ബിത്വാബഇ ശുഹദാ. അത് ഓതി അണ്ടത്തനാൽ ഒരാൾ മരണപ്പെട്ട് തീണ്ട് കണ്ടെങ്കിൽ അയാൾക്ക് ശുഹദാടെ സീല് പടച്ചറപ്പുടെ മലായികത്തിങ്ങ വെച്ച് കൊടുക്കുവാറ്. ഇനി മഗ്രിബാകുമ്പം ഓതങ്കു പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ആയത്താണത്. മഗ്രിബാകുമ്പോ ഓതിയിട്ട് സുബ്ഹിയാകുമ്പോ ഒരാൾക്ക് മരണത്തെ ഭാഗ്യമുണ്ടായി തീണ്ട് കണ്ടെങ്കിൽ അവിടെയും ശുഹദാടെ സീല് മലായികത്തിങ്ങ വെച്ച് കൊടുക്കുവാറ്.
മുഅ്മിനീങ്ങളെ, 1 മിനിറ്റിന്റെ ടൈം മാത്രമുള്ള ആയത്താണത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കിയെങ്കിലാ എത്രമാ മലായികത്തിനെ കാവലുള്ള ആയത്താണത്. സൂറത്തുൽ ഹശ്റിന്റെ അവസാനമുള്ള ആയത്ത്. ഇത് പതിവാക്കുള്ള പ്രയത്നം ഞങ്ങൾ നടത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ഖുർആൻ കേവലം ആത്മീയമായ പരിഹാരം മാത്രമല്ല, ഞങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ എഫക്റ്റ് അവിടെ സാധനമാണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, സലാസുൻ യസീദുന ഫിൽ ഹിഫ്ളി വയദ്ഹബുനൽ ബൽഗമാ. ഒരാളെ നല്ല മെമ്മറി പവർ കൂടനോണ്ട് കണ്ടെങ്കിൽ, ഒരാൾക്ക് കഫത്തെ പ്രോബ്ലം ഇല്ലാണ്ട് അവനോണ്ട് കണ്ടെങ്കിൽ, അയാൾ 3 കാര്യമാണ് ആക്കുനായത്. ഒന്ന് അസ്സിബാക്ക്, ബ്രഷ് എപ്പോഴും പതിവാക്കിടെ ആളാവണം, മിസ്വാക്കാക്കിടെ ആളാവണം. 5 വക്തും നിസ്കാരത്തുക മിസ്വാക്കാക്കു സുന്നത്ത് എന്ന് പടിപാട്ടി തന്നെ ദീനല്ലേ ഞങ്ങളുടെ ഇസ്ലാം. ഉളുവെടുക്കുമ്പം സുന്നത്തുണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, ഉറങ്ങുമ്പോ സുന്നത്തുണ്ടല്ലേ, ഉറങ്ങി എണിക്കുമ്പം സുന്നത്തുണ്ടല്ലേ, നിസ്കരിക്കുമ്പം സുന്നത്തുണ്ടല്ലേ, ഖുർആൻ ഓതുമ്പം സുന്നത്തുണ്ടല്ലേ. മിസ്വാക്ക് പടച്ചുറപ്പുക വല്ലാത്ത ഇഷ്ടമുള്ള സാധനമാണ്. കാരണം ഓരോരുത്തൻ ദിക്ർ ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ അവന്റെ ചുണ്ടർ എവിടെയാണ് മലായികത്തിങ്ങ നിക്കടെ. ഓരോ ഒത്തുകും അവനുകുപേനായി ആ മലായികത്തിങ്ങ മാപ്പ് കേൾക്കുവാറ്. ആ മലായികത്തികെങ്കാൽ ഞങ്ങളെ ഈ ബായുടെ ദുർവാസനമെങ്കാൽ അനുഭവപ്പെട്ടു തീണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ മലായികത്ത് അവിടെ നിക്കലാ. അതുകൊണ്ട് ഈ സിവാക്ക് മിസ്വാക്കിടെ പ്രത്യേകം സുന്നത്തായി ഇസ്ലാം പടിപാട്ട്. പിന്നൊരു നോമ്പാണ് മുഅ്മിനീങ്ങളെ. മനുഷ്യരുടെ മെമ്മറി പവർ കൂട്ടുന്ന സാധനമാണത്. മനുഷ്യക്ക് കഫ ഇല്ലാണ്ടാക്കുന്ന സാധനമാണത്. പിന്നെ ഖുർആൻ ഓത്താണ്. 3ാമത്തെ കാര്യമായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എണ്ണിയത്. മുഅ്മിനീങ്ങളെ, ആരോഗ്യത്തെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് അവിടെ സാധനമല്ലേ ഞങ്ങളെ കഫങ്ങ, ഞങ്ങളെ ചോരങ്ങ. ഓ മുഅ്മിനീങ്ങളെ, കഫ ഉണ്ടാവിടെ ബാലൻസിൽ ഉണ്ടായെങ്കിൽ ആരോഗ്യം നിലനിൽക്കൂ. അതില്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോവൂ. പലർക്കും ന്യൂമോണിയ പണ്ട് കഫത്തെ പ്രോബ്ലമുലാണ്, പലർക്കും അലർജി അവിടെ കഫത്തെ പ്രോബ്ലമുലാണ്, പലർക്കും തലനൊമ്പലെടുക്കട കഫത്തെ പ്രോബ്ലമുലാണ്, പലർക്കും നെഞ്ഞിലൊമ്പലെടുക്കട കഫത്തെ പ്രോബ്ലമുലാണ്, പലർക്കും ചമനിക്കാത്തത് കഫത്തെ പ്രോബ്ലമുലാണ്. ഇത് നീങ്ങിക്കിട്ടുള്ള പരിഹാരമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പടിപാടി തന്നത് പരിശുദ്ധമായ ഖുർആൻ ഓതാണ്. എങ്ങനെയാണ് ആ ഖുർആൻ ഓതനായത്? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അതിനങ്ങ് പടിപാടി തന്ന് ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സമാധാനത്തിലാണ് ഖുർആൻ ഓതനായത്.
آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم السماوات ما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه ولا يؤوده حفظهما وهو العلي العظيم. പരിശുദ്ധമായ ഖുർആൻ ഓതനായത് സാവധാനത്തിലാണ്, സ്ലോ ആയിട്ടാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, അപ്പമേ ಅದರ മഖ്റജങ്ങം, ಅದರ തജ്വീദങ്ങം, ಅದರ അർത്ഥങ്ങം, ಅದರ താളങ്ങം നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി അതുപോലെ ഓതുക സാധിക്കട്ടെ. ആ ഓത്തുകാണ് ഡബിൾ പ്രതിഫലമുള്ളത്. അല്ലാണ്ട് യാസീൻ ഖുർആനിലേക്ക് എന്ത് കാര്യം ഇല്ല. അതിൽ കുറെ അക്ഷരങ്ങളില്ലാണ്ടായിട്ട് അള്ളാഹുടെ കലാമേ അല്ലാണ്ടായിട്ട് പരിശുദ്ധമായ ഖുർആന്റെ ഫർളായ സൂറത്തുൽ ഫാത്തിഹ അത് നിസ്കാരത്തിൽ ഓതുക ഫർളാണ്. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം യൗമിദ്ദീൻ ചെന്ന് പോയെങ്കിൽ അതൊരു അള്ളാഹുടെ കലാമായി കണക്കൂട്ടില്ല. മാത്രമല്ല ആ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തിൽ എന്നെങ്കിൽ നിസ്കരിച്ചെങ്കിലും നിസ്കരിക്കാത്തതുപോലെ അള്ളാഹുടെ മുന്നിൽ ആ നിസ്കാരം ഞങ്ങളെ കാട്ടിയിട്ട് ചൊല്ലൂ, ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനി. ആഖിറത്തിൽ ദുനിയാവിലിക്കുമ്പോ നന്റെ ഇൻസൾട്ട് ആക്കിയവനും നെഗ്ലക്ട് ആക്കിയവനാണ്. അതേപോലെ നിന്റെയും പടച്ച റബ്ബ് കൂടെ വെച്ച് നെഗ്ലക്ട് ആക്കട്ട്, നിന്റെതെല്ലാം അല്ലാഹു ഹായിബാക്കട്ടെ എന്നിട്ട് നിസ്കാരം നമുക്കെതിരെ ദ്വാരക്കുണ്ടാണ്. അതുകൊണ്ട് മിനിമം ഒരു ഫാത്തിഹയെങ്കിലും പഠിക്കുള്ളൊരു ബോധം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, നിർബന്ധമാണ്. ബാക്കി സൂറത്ത് ഓതിയെങ്കിലും ഓതില്ലെങ്കിലും ചിലപ്പോൾ ചോദ്യക്കൽ ആഖിറത്തിൽ. സൂറത്തുൽ ഫാത്തിഹ അത് ചോദ്യം ഉള്ളതാണ്. ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണ്. ചിലപ്പോൾ ചിലമ്മമാർഗല്ലേക്ക് ഞങ്ങളുടെ മോന ഹാഫിദല്ലേ, മോൻ ഹാഫിദായിട്ട് കാര്യമില്ല, നങ്ങന്ത്രായിട്ട് ഉള്ളതാണ്. ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹ മോന് ഹാഫിദായിട്ട് ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹ എങ്കിലും പഠിച്ചമാ ഇല്ലേണ്ട് കണ്ടെങ്കിൽ നമുക്ക് ഫർളൈനായ കാര്യമാണ്, രക്ഷപ്പെടുക ചാൻസസ് കൊറടിയാണ്. അല്ലാഹു തആല ഞങ്ങളെ കാക്കട്ടെ. ഖുർആൻ ഓതനായ സ്റ്റൈൽ അതാണ്. സാവധാനത്തിൽ ഓതനു മാത്രമല്ല മുസ്ഹഫ് നോക്കിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുക ഏറ്റവും ശ്രേഷ്ഠത. എന്തേ കാരണം? ഖുർആൻ ഓതുന്നത് മാത്രമല്ല നോക്കുട ചൊല്ല പുണ്യം കൂടി അതിലുണ്ട്. അതിന്റെ കൂടെ പരിശുദ്ധമായ മുസ്ഹഫ് അത് കയ്യിൽ പിടിക്കട ചൊല്ലൊരു പുണ്യം കൂടി അതിലുണ്ട്. മാത്രമല്ല നോക്കി ഓതുമ്പോ മനുഷ്യക്ക് ചിന്തിച്ച് ഓതുകൊള്ളേ അവസരം കൂടി കിട്ടും. ഇങ്ങനെ നോക്കാണ്ട് ഓതുമ്പോ വെറും ഓതിയ ചൊല്ല പ്രതിഫലം മാത്രമെങ്കിൽ നോക്കി ഓതുമ്പോ അതിലൊട്ടിക്ക് 4 പ്രതിഫലം കൂടി കൂട്ടു. അപ്പൊ 5 ഇരട്ടി പ്രതിഫലം എന്തായാലും കിട്ടും. ഒന്ന് നോക്കി ഓതരത്, ഇനൊന്ന് മുസ്ഹഫ് കയ്യിൽ പിടിക്കരുത്, ഇനൊന്ന് ചിന്തിച്ച് ഓതര ചൊല്ലേ ആ പ്രതിഫലം. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോക്കി ഓതുകവേനായി, ഖുർആൻ നോക്കി ഓതുകവേനായി അഫ്ദലു സ്വഹാബത്തിൽപ്പെട്ട മഹാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തത്തുക വേനായിട്ട് 2 മുസ്ഹഫ് ആക്കി വെച്ചിട്ടുണ്ടാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും വകാന കസീറും മിനസ് സ്വഹാബത്തി യഖറഊന മിനൽ മുസ്ഹഫ്, മുസ്ഹഫ് നോക്കി ഓതുന്ന ആൾമാരാണ്. വയക്റഹൂന അൻ യഖ്റുജ യൗമൻ വലം യൻദുറു ഫിൽ മുസ്ഹഫി, മുസ്ഹഫ് നോക്കാണ്ട ഒരു നാൾ പാസായി പോണ്ടത് അങ്ങ് ഇഷ്ടപ്പെട്ടോണ്ടില്ലെന്ന്. ആ നാളെ നമുക്ക് ഇഷ്ടമല്ല, ആ നാളുടെ ഒരു ചനിയായി കണ്ടോണ്ടിന്നാറ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ കഥയാണ് മുഅ്മിനീങ്ങളെ. ഖുർആൻ ഓതനായത് നല്ല സമാധാനത്തിലാണ്. അപ്പോൾ അക്ഷരങ്ങ തപ്പലില്ല, ഞങ്ങളുടെ ചിന്തങ്ങ തപ്പലില്ല, ഞങ്ങളുടെ തജ്വീദങ്ങ തപ്പലില്ല. പിന്നെ ഖുർആൻ ഓതുക ഏറ്റവും നല്ലത് ജോറായിട്ടാണ്.
ഇനർത്തൊക്കെ ബുദ്ധിമുട്ടാവിടെങ്കിലല്ല. ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്, അവിടെ പോയി ജോറായി ഖുർആൻ ഓതുക ഇസ്ലാം പഠിപ്പാട്ടില്ല. കാരണം അയാൾ വറക്കിടക്കളയുടെ സംഗതിയാണ്. ഒരു വിഷയം എന്നൊക്കെ പ്രത്യേകം ചൊല്ലുകൊണ്ടു ആ ഉറങ്ങിയ ആള് ഉറങ്ങുക പാടില്ലാത്ത ടൈമിൽ ഉറങ്ങിരേണ്ട് കണ്ടെങ്കിലാ അസർ ടൈമിൽ ഉറങ്ങിയാണ്ട് കണ്ടെങ്കിൽ വർത്തൻ അവന്റെ ഉണർത്തുക പ്രത്യേകം സുന്നത്തുണ്ടു. മഗ്രിബിടെയും ഇശായുടെ ഇടയിലും ഒർത്ത ഉറങ്ങിനാണ്ട് കണ്ടെങ്കിൽ അവന്റെ പോയി ഉണർത്തുക സുന്നത്തുണ്ട്. കാരണം അത് ഉറങ്ങാനായ ടൈമല്ല, മനുഷ്യയുടെ ബോധം തപ്പി പോണ്ട ടൈമാണ്. ഉറങ്ങെങ്കിൽ മനുഷ്യയുടെ സ്ഥിമിതം തപ്പി പോണ്ട ടൈമാണത്. സാധാരണ മസറുക ഒരാൾ ഉറങ്ങിപ്പോയി തീണ്ട് കണ്ടെങ്കിൽ അയാൾ പിന്നെ എങ്കിൽ അയാളെ ഹാല് സരീക്കലില്ല, മൂഡ് സരീക്കലില്ല, അയാൾ ഒരു അർസത്ത് അവസ്ഥയിലാണ് ഇക്കിടെ. കാരണം ശരീരത്തിന് പറ്റിയ ടൈമല്ല ആ ടൈമിലുള്ള വറക്ക്. അതേ ടൈമിൽ സുബഹി ടൈമിൽ ഉറങ്ങുള്ള ഒരു ടൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നത് അത് കൈലൂലത്ര വറക്കാണ്. ഒരു 11 ഗണ്ടകുള്ള വറക്കാണത്. ളുഹർ ബാങ്ക് കൊടുക്കടത്തോല് ഉറങ്ങേണ്ട കണ്ടെങ്കിൽ ആ വറക്ക് കാരണമായി തഹജ്ജുദ് നിസ്കരിക്കുക സാധിക്കൂ. ആ വറക്ക് ശരീരത്തിന് നല്ല ആക്റ്റീവ് തന്റെ വറക്കാണത്. ആ വറക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം തന്റെ വറക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി എന്തെല്ലാം ഉണ്ടാ അതെല്ലാം വല്ലാത്ത പവറുള്ള വല്ലാത്ത ആരോഗ്യമുള്ള സംഗതിയാണത്. അത് മനസ്സിലാക്കണോണ്, മനസ്സിലാക്കിയ അല്ലാത്തവണ് സോത്തുപോയ പരിശുദ്ധമായ ഖുർആൻ അത് സാവധാനത്തിൽ ഓതണു. അത് ജഹറൻ ജോറായിട്ടാണ് ഓതനായത്. ചിലപ്പോ ജോറായി ഓതൊരാളുകൾ അവന്റെ മനസ്സിൽ ഈ ഓതര ഓത്തൊരു ചിലപ്പോ അവന്റെ ശബ്ദം അവനക്ക് കൊസിയാവോടുണ്ട് കണ്ടെങ്കിൽ ആ ജോറില്ലാണ്ടാക്കണോ. ചിലപ്പോ അങ്ങനെ കിട് ഖുർആൻ ഓതുമ്പോ വല്ലാത്ത ശബ്ദമുള്ളങ്ങിക്കിടാറ്. ആ ഖുർആൻ ഓത്ത് അവന്റെ ശബ്ദം കേട്ടിട്ട് അവനക്ക് മനസ്സ് കൊസിയാവുക തുടങ്ങിടി. കൊസിയാവുക തുടങ്ങുമ്പോ ശബ്ദം ഒന്ന് സ്ലോ ആക്കണം, ശബ്ദം ഒന്ന് ചെറുതാക്കണം മിനിങ്ങളെ. കാരണം ആ കൊസി പിന്നെ എത്തിയെത്തിട്ട് കിബിറുക കാരണമാവും, പിന്നെ റിയാഗ് കാരണമാവും. ഇനർത്ത നോക്കട്ട് കേക്കട്ട് ചൊല്ല നിലക്കുള്ള ഓത്തായി പോ. പിന്നെ പടച്ചറപ്പുകളുള്ള ഓത്തല്ല, അള്ളാഹുബേനായിട്ടുള്ള ഓത്താവുമ്പോ അത് ജോറായിട്ടുള്ള ഓത്തായിട്ടിന്നെങ്കിൽ പടച്ചറപ്പുക മാത്രമായിട്ടുള്ള ഓത്തായിട്ടിക്കണം. ആ ഓത്തിടൽ ഞങ്ങളെ മനസ്സിലെങ്കാൽ കൊസിങ്ങ പറകു തുടങ്ങി തീണ്ട് കണ്ടെങ്കിൽ ഇനൊരാള് പാസ്സാവുമ്പോ അയാളും കൂടി കേക്കട്ട് ചൊല്ല ധാരണം പറകു തുടങ്ങി തീണ്ട് കണ്ടെങ്കിൽ പിന്നെ ജോറാക്കിടത് നല്ലതല്ല. മെല്ലെ ഓതരതാണ് നല്ലത്. ഖുർആൻ ഓതുമ്പോ ഇതിനൊരു വിഷയം കൂടി ശ്രദ്ധയിൽ വേണു. ത്വാഹിറൻ നല്ല ശുദ്ധനായിട്ട് വേണം ഖുർആൻ ഓതകു. നിസ്കരിക്കുക പോകുമ്പോ ശുദ്ധിയാവില്ലേ മുഅ്മിനീങ്ങളെ? ശുദ്ധിക്ക് വല്ലാത്ത മഹത്വം കൊടുത്ത ദീനല്ലേ പരിശുദ്ധമായ ഇസ്ലാം. ശുചിത്വം അത് വല്ലാത്ത വിഷയമാണ് മുഅ്മിനീങ്ങളെ. ഞങ്ങളെ കേവലം കൈയും മുഖവും തലയും കാലും ശുദ്ധിയായെങ്കിൽ മയ്യാവല. ആ ശുദ്ധിയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഞങ്ങളെ മനസ്സ് ശുദ്ധിയാവലാണ്. ശുദ്ധിയോട് കൂടെയാണ് ഖുർആൻ തൊടകു നിർബന്ധ. ഖുർആൻ തൊടനായത് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. ശുദ്ധിയില്ലാത്ത ഖുർആൻ തൊട്ടുപോകുത്തീറാ. ഖുർആനുക വേനായി ഉണ്ടാക്കിയ ബോക്സ് തൊട്ടുപോകുത്തീറാ. ഖുർആൻ ഇക്കട കാലത്ത് ആ ബോക്സ് പോലും തൊടകു ഹറാമാണ്. ഖുർആന്റെ റട്ടിങ് തൊടകു ഹറാമാണ്. ഖുർആന്റെ പേജിങ് തൊടകു ഹറാമാണ്. ഈ ശുദ്ധിയെല്ലുമ്പോ പലരും ജാഗ്രതാക്കുവാനായ പല വിഷയങ്ങളുണ്ട്. സാന്ദർഭികമായി ഞാൻ ചൊന്നുകൊണ്ടുള്ള നാൾ ഉമ്മമാറിട്ട മൊയിലാഞ്ചി വെക്കട വല്ലാത്ത പിരാന്തുള്ള കാലമാണ്. ഇലകട മൊയിലാഞ്ചി കൈക്കും വെച്ച് ഉദുവെടുത്തെങ്കിൽ ഉദു സ്വഹീഹി അല്ല. സ്വഹീഹല്ലാത്ത ഉദുവെടുത്ത് പോയി നിസ്കരിച്ചെങ്കിൽ നിസ്കാരം സ്വഹീഹ് അല്ല. അതേപോലെ ഞങ്ങ കുളിക്കട ജാഗമില്ലേ, ആ കുളിക്കട സാധനമില്ലേ, ബക്കറ്റാ മണ്ടമാ, അത് കുളിക്കുമ്പൊന്ന് ജാഗ്രതാക്കണു. ഫർള് കുളിയുണ്ട് കണ്ടെങ്കിൽ നീയത്ത് വെച്ചിൽ പിന്നെ സുബ്ഹാനല്ലാഹ് അതിരെ തന്നി എടുത്ത് മേലുക വീത്തുമ്പോ ഒന്ന് ജാഗ്രത വേണം. ആ തന്നി ബക്കറ്റ് പാരി പോകുത്തീറാ. തന്നി മുസ്തഅമലായി പൊണ്ടു. പിന്നെ ആ തന്നിൽ കുളിക്കരുത്, കുളിയല്ല, ആ കുളി ശരിയല്ല.
ജാഗ്രത വേണം. ഫർള് കുളിക്കുമ്പോൾ പ്രത്യേകം ജാഗ്രത വേണം. ഏറ്റവും നല്ലത് നല്ലിയില ഷവറില നേരെ മേല് കാട്ടി കുളിക്കുന്നതാണ് നല്ലത്. മണ്ടിലല്ല കുളിക്കുമ്പോ ഞങ്ങൾ പാട്ട മുക്കമ്മം ജാഗ്രത ആക്കണു, മേലുക വീത്തമ്മം ജാഗ്രത ആക്കണു. തന്നെ അവിടെ തെറിച്ചു പോയതിന് കണ്ടെങ്കിൽ ആ തന്നി മുസ്താമലായ തന്നി ഫർള് കുളിച്ചിട്ട് ആ തന്നി ഒരു വേള മണ്ടയ്ക്ക് പൂന്തു ബക്കറ്റിക്ക് പൂന്തുന് കണ്ടെങ്കിൽ ആ തന്നെ പിന്നെ ഫർള് കുളിക്ക് യൂസ് ആക്കോ പറ്റിയ തന്നെയല്ല അത്. അത് ജാഗ്രത നല്ലോണം വേണം. ഡൈഡ്ര ആൽമാറുള്ള ഒരു കൂസലും ഇല്ല, മുടി വെളുത്തിട്ട് കാണുക, എപ്പോഴും ഒന്ന് ബാലക്കാരായിട്ട് കാണണോ, തോളവിടെ നെരി പിടിച്ചത് കിളവാണ്ട മുഖത്തിൽ കണ്ടോണ്ടുണ്ടു കിളവായുടെ വന്നിട്ടു ഉണക്ക് മനസ്സില്ല കിളവാകൂ. പിന്നെ ഡൈ തോത്തര് ഒരു ബോധവും ഒരു പേടിയും അതിനെ വകയില്ല. ഈ ഡൈയും തോത്തി കുളിച്ച കുളി ഏത് കുളിയാണത്? ഡൈയും തോത്തിയിട്ട് ആ തലതടകിയ തടകൽ ഏത് തലതടകലാണത്? ഉളൂ സ്വഹീഹാവല, കുളി സ്വഹീഹാവല. കുളിയും ഉളൂവും സ്വഹീഹാവാണ്ടുള്ള നിസ്കാരമല്ല. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ഖുർആൻ ഓത്തുക എല്ലാ ഓരോ അക്ഷരം ഹറാമായി പോകും. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ ಬಗ್ಗೆ നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഉമ്മമാരെ പെങ്ങന്മാരെ, ശുദ്ധിയായിട്ടിക്കണോ ചൊല്ലുമ്പോ ആ ശുദ്ധി ആവിടത് പോലെയാണ് ആവനായത്. ആ ശുദ്ധിയാവുമ്പോ ഇടി ഓരോ ഭാഗത്തും തന്നെ തട്ടേണ്ട അഗത്യമുണ്ട്. ഞങ്ങളെ മുടിയും മുടിയുടെ ഉൽഗഭാഗവും തന്നെ തട്ടേണ്ട അഗത്യമുണ്ട്. ഞങ്ങളെ കാതും കാതരതേ ഓരോ തന്നെ പോകു സാധ്യതയില്ലാത്ത ജാഗമില്ല. അവിടെ എല്ലാം ഒന്ന് കൈയിട്ട് കൽഗുണായ അഗത്യത ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ബെർലിടെ ഉകുറുങ്ങയില്ലേ, ഉകുറുടെ ഇടങ്ങ ക്ലീൻ ആക്കിട അഗത്യത ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ പൊക്കുലുങ്ങ ക്ലീൻ ആക്കിട അഗത്യതയുണ്ട്. ബാഹ്യമായി കാണ്ട ഏതെല്ലാം ശരീരത്തെ ഭാഗമുണ്ടാ അവിടെയെല്ലാം തന്നെ പോകും നിർബന്ധമാണ്. അവിടേക്ക് തന്നെ പോയില്ലാണ്ട് കണ്ടെങ്കിൽ ആ കുളി സ്വഹീഹാവില്ല. അവിടെ ജനാബത്ത് ബാക്കിയായി പോയി, അല്ലെങ്കിൽ വലിയ അശുദ്ധി ബാക്കിയായി പോയി. ഇതിനെ ಬಗ್ಗೆ നല്ല ശ്രദ്ധ വേണം. പിന്നെ ഞങ്ങൾക്കിടെ ഏത് ഇബാദത്തും സ്വഹീഹ് അല്ല. ഓതര ഖുർആൻ ജനാബത്തോട് കൂടെ ഓതര ഖുർആൻ ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, അശുദ്ധിയോട് കൂടെ ഓതര ഖുർആൻ ഹറാമാണ്. വുളു ഇല്ലാണ്ട് തൊടര ഖുർആൻ ആ തൊടൽ ഹറാമാണ്. ശുദ്ധി സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യക്ക് നല്ല ഐശ്വര്യമുണ്ടാക്കുന്ന സാധനമാണ്. ഈ ശുദ്ധിയായിട്ട് ഇക്കട ചൊല്ലത് വുളു എപ്പോഴും ഇക്കടതുണ്ടല്ലേ. നീ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇക്കട ആളുണ്ടായെങ്കിൽ നിക്ക് റിസ്ക് പടച്ചറപ്പ് വിശാലമായി തണ്ടാ. ക്ലീൻ ആയിട്ട് ഇക്കട എന്നെങ്കിൽ വെറും കൈക്കാലുകൾ കിടതല്ല, മനസ്സ് ക്ലിയർ എന്നെങ്കിലും അങ്ങളെ അവവും അങ്ങളെ കുടുംബവും വലിയ പൊലിസിക്കടോടെ വലിയ ബറക്കത്തിക്കട്. 2-3 തട്ട മാലികൾ അവ കെട്ടിയിട്ട് മനസ്സ് ക്ലിയർ എങ്കില്ലെങ്കിൽ ആ ഒത്തുക 6 പോകും. ഇഷ്ടപ്പെട്ടില്ല, 6 പോണ്ടുമില്ല. അവിടെ വേണ്ടില്ല. എന്ത് ആള് പോഷി, ആള് പൈസ ഉണ്ട് ചെന്നിട്ട് കാര്യമില്ല. ഉടയാണ് പൈസമ്പേനായ, കൽബിലാണ് പൈസമ്പേനായ ആ ശുദ്ധി. അതോടുപോലെ ദൈഹികമായിട്ടുള്ള ശുദ്ധി ഒരാൾ എപ്പോഴും കീപ്പാക്കിടുണ്ട് കണ്ടെങ്കിൽ എപ്പോഴും ഉദുവിക്കിട മനുഷ്യ അയാൾക്ക് നല്ല ജീവിതത്തിൽ ബറക്കത്തിക്കൊണ്ടാണ് മഹാന്മാർ പടിപാട്ടി തന്നെ. അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തട്ടെ മിനിങ്ങളെ. അതുകൊണ്ട് ഈ ഉദുവെടുക്കരുത് മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പടിപാട്ടി തന്ന്. ഒരാൾ ഇങ്ങനെ ഉദുവെടുത്തോണ്ടിരിക്കും. ഒരു ഉദുവെടുത്തിട്ട് 2 റക്അത്ത് അയാൾ നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അയാൾ പിന്നെയും ഉദുവെടുത്തോണ്ടുണ്ട്. ഇങ്ങനെ ഉദു എപ്പോഴും പുതിയാക്കട ഒരു സ്വഭാവം. ഒരു ഫർദ് നിസ്കരിച്ചിട്ട് പിന്നെ അയാൾക്ക് ഉദു ഉണ്ടെങ്കിലും പിന്നെ അയാൾ ഉദു എടുക്കരുത്. അസർക്ക് വേറെ ഉദു എടുക്കരുത്. അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് നിസ്കരിക്കുക ആകുമ്പോൾ അയാൾ അസർക്ക് എടുത്ത ഉദു ഉണ്ട് എങ്കിലും അയാൾ ഉദു പിന്നെയും എടുക്കുന്നുണ്ട് കണ്ടെങ്കിൽ അത് കാരണമായി ഒരു വലിയ തൗഫീഖ് അയാൾക്ക് കിട്ടിയതാണത്. വയുഈനു തജ്ദീദുൽ വുദൂഇ വദിക്റുക قبل الغروب مسبحا مستقبلا
ഉദുവിടെ അപ്പം നീന് പുതിയതാക്കിടതില്ലേ, പുതിയ ഉദു എടുക്കിടതുണ്ടല്ലേ, ഉദു ഇക്കലോട് കൂടെ ഉദു എടുക്കിടതുണ്ടല്ലേ. ഒരു ഉദു എടുത്തിട്ട് ഒരു നിസ്കാരവും നിസ്കരിക്കാണ്ട് രണ്ടാമത്തെ പുതിയൊരു ഉദു എടുക്കിടത് ശരിയല്ല, പാടില്ല. അതേ ടൈമിൽ ഉദു എടുത്തിട്ട് മിനിമം 2 റക്അത്ത് അയാൾ നിസ്കരിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ ഉദു എടുക്കിടത് സുന്നത്താണ്. മുഅ്മിനീങ്ങളെ, ഈ ഉദു പുതിയാക്കിട ഒരു സിസ്റ്റം ഒരാളുടെ ജീവിതത്തിൽ ബന്ധുണ്ട് കണ്ടെങ്കിൽ അതോടുകൂടെ മഗ്രിബിടെ മുന്നൊരു തസ്ബീഹ് ചൊല്ലൊരു ആദത്ത് ഒരാളാക്കി തീണ്ട് കണ്ടെങ്കിൽ അല്ലാഹുടെ മുന്നൊരു എന്നേക്കും ബാക്കി നിൽക്കട അമലല്ലേ. മഗ്രിബിടെ ഒരു 15 മിനിറ്റ് മുന്നലുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഓരോ ദിക്റും തസ്ബീഹും നാളെ ആഖിറത്തിൽ കിട്ടുക പോണ്ട പ്രതിഫലം സ്വർഗത്തിൽ ഓരോ മരങ്ങാണ്. ആ മരം നട്ട ജാഗമാൻ. അൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക, അല്ലാഹുടെ മുന്നിൽ എപ്പോഴും നിലനിൽക്കുന്ന അമലാണ്. മുഅ്മിനീങ്ങളെ, തസ്ബീഹും ഇസ്തിഗ്ഫാറും അടക്കമുള്ള തക്ബീർ അടക്കമുള്ള ഈ വല്ലാത്ത തസ്ബീഹിക ഇത് ഒരാള് മഗ്രിബിടെ മുന്നിലൊരു 15 മിനിറ്റ് ചൊല്ലുക ഉപയോഗപ്പെടുത്തിയാണ്ട് കണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാള് 70 ഇസ്തിഗ്ഫാർ ചൊല്ലുക പ്രത്യേകം സുന്നത്തില്ലേ. 100 ഇസ്തിഗ്ഫാർ ചൊന്ന് പടിപാട്ടിയ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇണ്ട് മനുഷ്യക്ക് കുറഞ്ഞു പോയ ഏറ്റവും വലിയ സാധനമാണ് ആക്കിയ തപ്പുകൊള്ള ഖേദമില്ല, കിട്ടിയ നിഅമത്തുകൊള്ള ശുക്രില്ല. ഈ കിട്ടിയ നിഅമത്തുക ശുക്ർ ഏറ്റവും കൂടുതൽ കാട്ടിയ നേതാവ്, ഈ ലോകത്ത് ഒരു തപ്പുമാക്കാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നാളും 70 ഇസ്തിഗ്ഫാർ ചൊന്നോ ഇന്ന നേതാവാണ്. എന്തേ? ശുക്റല്ലി റബ്ബി, റബ്ബുള്ള ശുക്റായിട്ടാണ്. മുഅ്മിനീങ്ങളെ, ഒന്ന് പതിവാക്കറൂ. ഇസ്തിഗ്ഫാർ കൊണ്ട് വീണ്ടപ്പെടാത്ത അഗത്യത്തങ്ങ ഇല്ല, ഞങ്ങളെ ആവശ്യകത്തങ്ങ ഇല്ല, ഞങ്ങളെ മുറാദുങ്ങ ഇല്ല. ഇസ്തിഗ്ഫാർ ഒരാള് ചൊന്നിട്ട് അതിലൊരു വിഷയം ടാർഗറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഷയം മിണ്ടല്ല, നാളെ എത്തിപ്പിടിക്കുള്ളതാണ്, ഞങ്ങളെ കാൽഡടിക്ക് പറകുള്ളതാണ്. മഗ്രിബിടെ മുന്നിലുള്ള ഈ നല്ലൊരു അവസരം മുഅ്മിനീങ്ങളെ, ഒരു 10 മിനിറ്റ് പടച്ച റബ്ബുവിനായി 100 തസ്ബീഹും 100 തഹ്മീദും 100 ഇസ്തിഗ്ഫാറും ഞങ്ങൾ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ അതിലൂടെ ഒരു മനുഷ്യ കിട്ടുക പോണ്ട ഏറ്റവും വലിയ പവരെന്തരകം തുണ്ടാ. അതേ സുബഹി ബാങ്കാവിടെ മുന്നൊരു അതേ ഒരു അരഗണ്ട മുന്നൊരു എനിക്കുള്ള തൗഫീഖ് പടച്ച റബ്ബ് അവനുക്ക് കൊടുക്കുടാ. ആ ടൈമിൽ ഒരാൾ ഗണിക്കുക ഭാഗ്യം കിട്ടിത്താ മുഅ്മിനീങ്ങളെ, നാളെ ആഖിറത്തിൽ കൂടുതൽ നേരം പടച്ചറപ്പട മുന്നിൽ നിൽക്കുവാനായി പണ്ടില്ല, മഹ്ശറത്തിൽ അദാബ് കയറിയാവനായി പണ്ടില്ല, ഹിസാബ് ഗണിക്കുവാനായി പണ്ടില്ല. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, നബി തങ്ങൾക്ക് മഹ്മൂദ് ചൊല്ല ഏറ്റവും വലിയ സ്ഥാനം കിട്ടുക കാരണമായ സാധനമേത്? അതേ ജാവുകൻ നിസ്കരിച്ച നിസ്കാരമാണ്, സ്വലാത്തു തഹജ്ജുദാണ്. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ, നല്ല ആൽമാരെ റൂട്ടീൻ ചെന്നിട്ട് നബി തങ്ങൾ പടിപാടി തന്ന ഇബാദത്താണ് തഹജ്ജുദ് നിസ്കാരം. മുഅ്മിനീങ്ങളെ, ആ തഹജ്ജുദ് പലർക്കും മെണിക്കുകയില്ല, ചൊല്ല കംപ്ലൈന്റ് ഇല്ലേ? അതുക്കുള്ള ഏറ്റവും നല്ല പരിഹാരമായി മഹാന്മാർ പടിപാടി തന്നത് വുളു എപ്പോഴും ദായിമാക്കിടതാണ്. മഗ്രിബിടെ മുന്നിലൊരു തസ്ബീഹ് ചൊല്ലതാണ്. വഇബാദത്തുൻ ബൈനൽ ഇശാഇ വമഗ്രിബി തർകുൻ കലാമൻ ബഅദ ദാലിക ഗാഫിലാ. മഗ്രിബിടെയും ഇശായുടെയും ഇടയിലുള്ള ഒരു അരഘണ്ട മുക്കാഘണ്ട ടൈം ഉണ്ടല്ലേ മുഅ്മിനീങ്ങളെ, ഇണ്ടല്ല നാളെ തീർന്നു പോകുള്ള ദുനിയാവാണിത്. ഇണ്ടൊരു കിടാവിടെ മരണം വാർത്ത കേട്ടിട്ടാണ് നാളെ വന്നുകൊണ്ടുള്ളേ.
ഇന്നലെ ഒരു സഖാഫിയുടെ മരണം വാർത്ത കേട്ടിട്ടാണെന്നാണ് വന്നുകൊണ്ടുള്ള മുഅ്മിനീങ്ങളെ. ഉണ്ടല്ല നാളെ ഞങ്ങളെ മരണം എവിടെയാണ് ചൊല്ലത് ഉറപ്പില്ല. ഞങ്ങളെ പേരിലുള്ള കഥയെ കഫൻ തുനിങ്ങ അടിച്ചു പോയിടാ ചൊല്ല് ഉറപ്പ് നക്കുമില്ല, ദിക്കുമിനിക്കുമില്ല. ഏതെങ്കിലും ഒരങ്ങളിൽ ഞങ്ങളെ കഫൻ തുനി റെഡിയാണ്. അത് മേഡ് ഇൻ ഇന്ത്യ മാനോകൊന്തില്ല, മേഡ് ഇൻ UAE ആനോകൊന്തില്ല. ഏതെങ്കിലും ഒരു ടൈമിലൂടെ വിട്ടുപോകുള്ള ആൽമാരാണ് മുഅ്മിനീങ്ങളെ. ശാശ്വതമായ യാത്രകളുള്ള പയണത്തിന് റെഡിയായിട്ട് വേണുനക. ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു മരിക്കര ടൈമാവുമ്പോ എത്രമായി ഇബാദത്തെടുത്ത മഹാനല്ലേ. റമളാൻ ബന്ദ് കണ്ടെങ്കിൽ 2 ഖത്മ സുബഹിയും ജാവായി തീർത്തുകൊണ്ടിരുന്ന മഹാനാണ്. ആ മാണ്ട മുന്നിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് ജാവകൊന്ന് നിന്റെ കൊടുത്തെങ്കിലാ ആ മഹാന്റെ ഫുള്ളായിട്ടുള്ള ഇബാദത്ത് ഖുർആൻ ഓതാണ്. മിസ്റുടെ ഫഖീഹികളൊട്ടിಗೆ കേട്ടില്ലേ മഹാൻ? മിസ്റുടെ വലിയ വലിയ ഉലമാട്ട മഹാൻ കേട്ടില്ലേ? ശഗലകുമുൽ ഫിഖ്ഹു അനിൽ ഖുർആൻ. നിങ്ങൾ ഫിഖ്ഹിലെ തല്ലീനായിടാറല്ലേ, ഫിഖ് ചൊല്ലതിലെ ബിസിയായിടാറല്ലേ. അത് വേണ്ടാണ്ട് ചൊല്ല ആളല്ല, നാണതിരെ ആളെ. പക്ഷേ അത് കാരണം കൊണ്ട് ഖുർആൻ മുടങ്ങി പോകു തീറാ. ഇന്നി ലഉസല്ലിൽ അതമത വഅദഉൽ മുസ്ഹഫ ബൈന യദയ്യ. എല്ലാ ഇശാ നിസ്കാരം കഴിഞ്ഞിൽ പിന്നെ ഈ മുസ്ഹഫും തുറന്നു വെച്ചിട്ട് നാണ് ഈ സുബഹി തോലു ഈ മുസ്ഹഫയുടെ മടക്കലില്ല. ദിനനിത്യം ഖത്മങ്ങ തീർത്തോണ്ടിരുന്ന മഹാനായ ഇമാമുന ശഫഈ മരിക്കര ടൈമാകുമ്പോ ശിഷ്യന്മാർ വന്ന് കേട്ടില്ലേ, ഉസ്താദേ കൈഫ ഹാലുക, എങ്ങനുണ്ട് നിങ്ങളെ അവസ്ഥ? ആ മഹാന്റെ ഉത്തരമാണ് സഫരീ തവീൽ സാദി ഖലീൽ. മക്കളെ ദീർഘമായ യാത്ര കാണുന്നതാണ് റെഡിയായോണ്ടുള്ള. പക്ഷേ നന്റെ കയ്യിലുള്ള സാദ്, നന്റെ കയ്യിലുള്ള ലഗേജ്, നന്റെ കയ്യിലുള്ള ട്രോളിംഗ്, നന്റെ കയ്യിലുള്ള ആഹാരങ്ങ കുറഞ്ഞു പോയിട്ട് ചൊല്ല വല്ലാത്ത ദുഃഖത്തിലാണ് നാനുള്ളേ. ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമാ. ഇൽമു കൊണ്ട് ലോകം നിറച്ച മഹാനാണ് ഇമാമുന ശഫഈ. ഖുർആനുമായി വല്ലാത്ത ബന്ധം വെച്ച നേതാവാണ് ഇമാമുന ശഫഈ. മുഅ്മിനീങ്ങളെ, അങ്ങെല്ലാരും സ്വർഗത്തെ മേൽത്തട്ടിൽ ജീവിക്കുമ്പോ, അങ്ങെല്ലാരും ഹിസാബില്ലാണ്ട് സ്വർഗത്ത് കടക്കുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്തേ? തഹജ്ജുദുകൾ എനിക്കൊരു പ്രയത്നം നടത്തുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് ഏറ്റവും സഹായകമാവുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസ് ഇന്നത്തെ അധ്യക്ഷത്തെ വഹിക്കൂല്ലേ ഞങ്ങളുടെ ബുർദ ഫൗണ്ടേഷന്റെ ചെയർമാനും കൂടിയായിട്ടുള്ള മൗലാന കാവൽക്കട്ട ഹസ്രത്ത് ഞങ്ങളുടെ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തഹജ്ജുദ് നിസ്കാരത്തിന് സഹായകമാവുടെ സംഗതിയാണ് മുഅ്മിനീങ്ങളെ. ഇശായുടെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ഞങ്ങളെ ഖുർആൻ ഓതുക. ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, പണ്ട് കാലത്തുള്ള അവങ്ങ എവിടെ? എല്ലാ നാളും സൂറത്തുൽ മുൽക്കും വാഖിയയും സജദയും യാസീനും കൊണ്ട് നിറഞ്ഞുകൊണ്ടിരുന്ന അവങ്ങ എവിടെ? സുബ്ഹാനല്ലാഹ്, ഇണ്ടവങ്ങ കാണലില്ലല്ലേ? ഞങ്ങളെ മക്കൾക്ക് സ്കൂളിന്റെ ബിസിയായി പോയിത്തല്ലേ? ഉമ്മമാരെ, SLC സർട്ടിഫിക്കറ്റ് കേട്ടതായിട്ട് കബറുടെ ചരിത്രത്തിലില്ല. PUCയുടെ സർട്ടിഫിക്കറ്റ് കബറുകകത്യമില്ല.
ആ പഠനം വേണ്ടാണ്ടല്ലെന്നാണ് ചൊല്ലതിരർത്ഥം. ദുനിയാവുമായി ശുഗലായി ആഖിറത്തെ മറക്കട ജനറേഷനാണ് വന്നുകൊണ്ടുള്ള. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, ഞങ്ങളെ മക്കളെയും കാക്കട്ടെ. ഉമ്മമാരെ ഞങ്ങ പതിവാക്കിയിട്ട് വേണ്ടേ ഞങ്ങളെ മക്കങ്ങം ഓതകും. ആ മഗ്രിബിടെയും ഇശായുടെയുള്ള ടൈം ഒന്ന് ഖുർആൻ ഓതകുന്നു മീസലാക്കിയെങ്കിലാ ഖബറുടെ അദാബിടെ തൊട്ട് രക്ഷപ്പെടുകയുള്ളതാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വുദു എപ്പോഴും ദായിമിക്കിടത്. മഗ്രിബിടെ മുന്നിലൊരു 10 മിനിറ്റ് തസ്ബീഹ് ചൊല്ലത്. സുബ്ഹാനല്ലാഹ്. മഗ്രിബിടെയും ഇശായുടെയുള്ള ടൈം ഖുർആൻ ഓതരുത്. ഇശാ നിസ്കരിച്ചെങ്കിലാ അനാവശ്യം കൊണ്ടാട്ടത്തിൽ നിൽക്കാണ്ട് കിടന്നുറങ്ങരുത്. എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കുക സഹായകമാക്കിട ചെന്നിട്ട് പഠിപ്പാട്ടിയത് നാണല്ല. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഈ പ്രദേശത്തും പരിസരത്തും ഏറ്റവും വലിയ ഇൽമുടെ പ്രഭതന്ന മഹാന്മാരാണങ്ങ. ആ മഹാന്മാർ കാട്ടിത്തന്ന റൂട്ടിൽ ഞങ്ങൾ പോവാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രസംഗം നീട്ടില്ല മുഅ്മിനീങ്ങളെ. ഖുർആൻ ഓതുമ്പോ നല്ല ചന്തത്തിൽ ഓതുകയാണ് നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൽ പെട്ട സ്വഹാബിയാണ് മഹാനായ സാലിം റളിയല്ലാഹു അൻഹു. ആ സാലിബിടെയും കാട്ടിയിട്ടാണ് നബി തങ്ങൾ ഉമ്മത്തുക്ക് പഠിപ്പാടിത്തണ്ടേ. അതാ സാലിമു മൗലാ അബി ഹുദൈഫ അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മിസ്ലഹു. സാലിബിടെ പോലോത്ത ആൽമാരെ നണ്ട ഉമ്മത്തിലാക്കിയതുക്ക് നാണ് പടച്ച റബ്ബുക ഹംദ് ചൊല്ല. കാരണം സാലിം റളിയല്ലാഹു അൻഹു നല്ല ചന്തത്തിൽ ഖുർആൻ ഓതിയോണ്ടിരുന്ന മഹാനാണ്. ഖുർആൻ അത് ആര് ഓതരെങ്കിലും ഏത് ഓതരെങ്കിലും കേട്ട് കൊടുക്കേണ്ടതുണ്ടല്ലേ. അത് പ്രത്യേകമായ രസമാണ്, സുന്നത്താണത്. ഖുർആൻ വെച്ചിട്ട് നങ്ങ മുണ്ടകുതീറാം. ഖുർആൻ ഓത്തും വെച്ചിട്ട് കളിയിലാവുകുതീറാം. ഖുർആനും ഓത്തും വെച്ചിട്ട് അനഗത്യത്തിലായി പോകുതീറാം. അത് വല്ലാത്ത അതബെതിരായ കാര്യമായി പോവും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഖ്റ അലയ്യാ ഇബ്നു മസ്ഊദ് ഒന്ന് ഖുർആൻ ഓതി തരമാ. ഫഖാല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റ അലൈക വഅലൈക ഉൻസില. നാണ് നിങ്ങളെ മേൽ ഖുർആൻ ഓതി തണ്ട നബിയേ, നിങ്ങൾക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ ഇന്നി ഉഹിബ്ബു അൻ നസ്മഅഹു മിൻ ഗൈരി. നാണല്ലാത്ത ആളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുക തുടങ്ങി. ആ ഖുർആൻ ഓതുമ്പോൾ കേട്ടതിന്റെ നിബിധങ്ങളെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ട് കണ്ണിലിങ്ങനെ തന്നെ പറകു തുടങ്ങി. മുഅ്മിനീങ്ങളെ, ഖുർആൻ ചിന്തിച്ച് ഓതുക സുന്നത്തുള്ള സാധനമാണ്. ഞങ്ങളെ ഹൃദയം വെളിച്ചം പിടിക്കുള്ള സാധനമാണ്. ഖുർആൻ ചിന്തിച്ചൊന്ന് ഓതരുത്. തദബ്ബുറുൽ ഖുർആൻ വല്ലാത്ത പവറുള്ള സാധനമാണത്. അങ്ങനെ ഓതിപ്പോയ പലരും അതേ ബോധം കെട്ട് പോനാറ്. ഖുർആൻ കൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ആത്മാരുള്ളാറ്. മുഅ്മിനീങ്ങളെ, ഖുർആൻ വല്ലാണ്ട മനസ്സ് കടിച്ചിട്ട് മരണപ്പെട്ടു പോയ മഹാന്മാരുള്ളാർ. അതുക്ക് ബേനായിട്ട് മാത്രം ഒരു കിതാബ് പോലും രചിക്കപ്പെട്ടില്ലേ. മഹാനായ സഅലബി റളിയല്ലാഹു അൻഹു ഖത്ലുൽ ഖുർആൻ ചൊല്ല കിതാബ് പോലും എഴുതി പോയില്ലേ. എന്നിട്ടാണ് മഹാൻ അതിലൊരു സംഭവം ഉദ്ധരിക്കണ ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കണ സംഭവമാണത്. കാന സുറാറത്ത് ഇബ്നു ഔഫ് ഖാദിൽ ബസറ. സുറാറത്ത് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബസറയുടെ ഖാദിയാണ്, വലിയ മഹാനാണ്. വകാന യഉമ്മു ഫീ ബനി ഖുശൈർ. ബനു ഖുശൈർ ഗോത്രത്തിൽ ഇമാം നിന്റെ കൊടുത്തോണ്ടിരുന്ന ഖതീബാണ്, ഇമാമാണ്. ഒരു നാൾ അയാൾ സുബഹി നിസ്കാരത്തിൽ ഇങ്ങനെ ഇമാമക നിൽക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ അതാ ഒരു സൂറത്ത് കടന്നിട്ട് ആ മഹാൻ ഇങ്ങനെ ഓതി ഫൈദാ നുഖറ ഫിന്നാഖൂർ ഫദാലിക യൗമൈദിൻ യൗമുൻ നസീർ.
ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറജുള്ള കാലത്തിൽ ഊതി തീണ്ട് കണ്ടെങ്കിൽ പിന്നെ പറകു പോണ്ട നാലുക വല്ലാത്ത പ്രയാസം പിടിച്ച നാലാണ് ചൊല്ലർത്ഥം പണ്ട് ആയത്ത് കത്തിയപ്പോ ഫഖറമൈതാ സുറാറത്ത് ഇബ്നു ഔഫയുടെ പിന്നെ കാണലില്ല, മയ്യിത്താണ് ആ മിഹ്റാബിൽ വെച്ച് കാണലുള്ളേ. ഇങ്ങനെയും ഖുർആൻ ചിന്തിച്ച് ഓതിയാൽ മാരത്തര സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു ആയത്ത് മാത്രം തിങ്കളുകട്ടല റിപ്പീറ്റാക്കി ഓതിയ മഹാന്മാരുള്ളാർ, വർഷകട്ടല ഒരു ആയത്ത് മാത്രം റിപ്പീറ്റാക്കി ഓതിയ മഹാന്മാരുള്ളാർ. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഒരു നാൾ ഒരു സ്വഹാബിയുടെയും വിളിച്ചിട്ട് തഹജ്ജുദ് നിണ്ടപ്പാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആയത്ത് വന്നവിടെ നിണ്ടുപോയിട്ട് ഏതാണ് ആയത്ത് റിപ്പീറ്റ് ആക്കുക തുടങ്ങി. തിൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് ഓതലോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ അപ്പുറത്തെ ആയത്തിക്ക് കടന്നില്ല. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട് ഏതൊരാളും പരാജയപ്പെട്ടില്ല. ഹൃദയം രക്ഷപ്പെട്ടു പോയിട്ട്, ഈമാൻ രക്ഷപ്പെട്ടു പോയിട്ട് അല്ലാഹു തആല ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തിട്ട് ഇന്ന അഹ്സനൻ നാസി സൗതൻ ബിൽ ഖുർആൻ الذي إذا سمعته يقرأ رأيت أنه يخشى الله عز وجل. പരിശുദ്ധമായ ഖുർആൻ ഓതര പലരുമുള്ളാർ, പക്ഷേ ചിലരെ ഓതരത് നോക്കുമ്പമേ കൊന്താവിടും. അയാൾക്ക് പടച്ചറപ്പുടെ വല്ലാത്ത പേടിയുണ്ട് എന്ന് കൊന്താവിടും. എങ്കിൽ അയാളാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഖാരി, ഏറ്റവും നല്ല ഖുർആൻ ഓതര ആള് ചെന്ന് പടിപാടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഞങ്ങളുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ചിട്ട് കാവൽക്കട്ട ഹസ്രത്തിലെ നല്ല നസീഹത്ത് നടക്കുക പോകും. അതേപോലെ മഹാനായ സയ്യിദ് ത്വാഹ തങ്ങളെ നല്ല മദീനത്തികത്ത് പാട്ട ബുർദ മജ്ലിസിൽ നടക്കുകയുണ്ടത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ദുആ നേതൃത്വം തന്റെ കാജൂർ തങ്ങളെ നല്ല നസീഹത്തും ദുആയിലേക്കും അല്ലാഹു തആല ഞങ്ങളുടെ മജ്ലിസ് എല്ലാം കബൂലാക്കട്ടെ. ഇതെല്ലാം നാളെ ആഖിറത്തിൽ ഞങ്ങളുടെ ദറജം ഉയർത്തപ്പെട്ട് ഞങ്ങളെ രക്ഷക കാരണമാവിടെ, ഞങ്ങളെ ഈമാൻ വർദ്ധിക്കൂ കാരണമാവിടെ അമലങ്ങായ അല്ലാഹു കബൂലാക്കട്ടെ. സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഇരട്ടി പ്രതിഫലം ദീനിലും ദുനിയാവിലും ആഖിറത്തിലും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് കാവൽക്കട്ട ഹസ്രത്ത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ട് നല്ല നസീഹത്തും ദുആ നടത്തുക കൊണ്ടു ഹസ്രത്ത് ഉസ്താദിനാണ് ആദരപൂർവകം സ്വാഗതാക്കിയിട്ടുള്ളത്.